പ്രധാനം പ്രച്ഛന്നം ഗൃഹം ഉപഗതേ സംഭ്രമവിധി പ്രിയം കൃത്വാ മൗനം സദസി കഥനം ജാപ്യുപകൃതേ അനുത്സേകോ ലക്ഷ്മ്യാം നിരഭി ഭവസാരപരിഗത സദാം കേനോദിഷ്ടം വിഷമം അസിധാരാവൃതമിതം. നമസ്കാരം. പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയരെ, ഭർതൃഹരിയുടെ നീതി ശതകത്തിലെ സുജന പദ്ധതി എന്ന 10 ശ്ലോകത്തിലെ 7ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. സജ്ജനങ്ങളുടെ ചില പ്രത്യേകതകൾ, പല പ്രത്യേകതകളും പല ദിക്കിലും പറഞ്ഞിട്ടുണ്ട്. ചിലത് ഇതിലിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, പ്രച്ഛന്നം പ്രദാനം. ദാനം ആരും അറിയാണ്ടേ ചെയ്യുക. നമ്മൾ ചെയ്തതായിട്ടുള്ള ദാനത്തെക്കുറിച്ച് നമ്മൾ തന്നെ കൊട്ടിഘോഷിച്ചാൽ അതിൻ്റെ ഫലം പകുതി പോയി എന്നാണ്. ഒരു കൈ കൊണ്ട് ദാനം ചെയ്യണത് മറ്റേ കൈ പോലും അറിയരുത് എന്നാണ്. അപ്പോഴാണത്രേ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുള്ളൂ. പിന്നത്തൊരു ഗുണമാണ് ഗൃഹം ഉപഗതേ സംഭ്രമവിധി. സംഭ്രമവിധിയോട് കൂടിയിട്ട് വീട്ടിൽ വന്ന അതിഥിയെ നമ്മൾ സൽക്കരിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കുക. അതിഥി ദേവോ ഭവ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. ഈ 4 അതിഥിയെ നമ്മൾ ദേവനായിട്ടാണ് കണക്കാക്കുന്നത്. ഗൃഹം ഉപഗതേ സംഭ്രമവിധി. വീട്ടിൽ വന്നിട്ടുള്ള അതിഥിയോട് വളരെ സംഭ്രമത്തോടു കൂടിയിട്ട് നമ്മുടെ വല്ല തെറ്റും പറ്റിയോ എന്ന സംശയത്തോടു കൂടി വിധേയനായിട്ട് വേണം സ്വീകരിക്കാൻ. പ്രിയം കൃത്വാ മൗനം. അടുത്തത്, അധികം സംസാരിക്കാതെ ഇരിക്കുക. അതായത് ഈ രാവിലെ എണീറ്റിട്ട് പല്ലിനൊരു പ്രാർത്ഥനയുണ്ട് നാവിനോട് എന്നാണ്. ഇതി പ്രാർത്ഥയതേ ദന്ത ഹേ ജിഹ്വേ ബഹുമാവത തയാപരാധേത് ഹൃദേ സ്ഥാനഭ്രംശോ ഭവേന്മമ. നാവേ, നീ വല്ലാതെ അങ്ങനെ കടന്ന് കളിക്കണ്ട. നിനക്കല്ലാട്ടോ ദോഷം, എനിക്കാണ് പറയുക പല്ല്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കേൾക്കണ ആൾ എൻ്റെ പല്ലടിച്ച് ഒഴിക്കുന്ന പറയുക അല്ലേ. നാവ് മുറിച്ച് കളയുന്നല്ല പറയുക. അധികം പല്ലടിച്ച് കൊഴിക്കാൻ ആളില്ല കഴിഞ്ഞിട്ടാണ് പറയുക. അതുകൊണ്ട് പല്ല് പറയത്രേ, നീ വല്ലാണ്ട് ഡാൻസ് ചെയ്താൽ എനിക്കാണ് ദോഷം. അപ്പോൾ ആവശ്യമുള്ളവരോട് ആവശ്യം പോലെ സംസാരിക്കുക. കുറച്ച് കുറയ്ക്കൽ ആണ് നല്ലത്. മൗനം. ഉപകൃതേ സദസി കഥനം വാ. ഒരാൾ ഉപകാരം ചെയ്താൽ അത് 4 ആളോട് പറയാം, കുഴപ്പമില്ല. ഗുണം പറയാം ആരോട് വേണമെങ്കിലും, ദോഷം പറയരുത് എന്നർത്ഥം. ഒരാളുടെ ഗുണം മറ്റൊരാളെ കേക്കച്ചിലെ പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ലക്ഷ്മ്യാം അനുത്സേക. ധനം, സമ്പത്ത് ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അഹങ്കരിക്കാതെ ഇരിക്കുക. എന്ത് നേട്ടം വന്നാലും അത്രത്തോളം തല കുനിയണം. ഇതാണത്രേ വൃക്ഷങ്ങൾ പഴം ഉണ്ടാവുമ്പോൾ താഴ്ന്നത് നമ്മളെ പഠിപ്പിക്കണത് എന്ന് പറയും ഒരു സുഭാഷിതത്തിൽ. മാങ്ങ ധാരാളുണ്ടായ കൊമ്പ് താഴും ഇല്ലേ. ഫലങ്ങളുടെ ആ കനം കൊണ്ട് കൊമ്പ് താഴുന്നത് വിശേഷബുദ്ധി ഇല്ലാത്ത വൃക്ഷങ്ങൾ പോലും അങ്ങനെ ചെയ്യുന്നു. പിന്നെ വിശേഷബുദ്ധിയുള്ള മനുഷ്യന് എന്തിനാണ് വല്ലതും ഉണ്ടാവുമ്പോൾ അഹങ്കരിക്കുന്നത്. ലക്ഷ്മ്യാം അനുത്സേകേ. സമ്പത്തിൽ വിനയം. നിരഭി ഭവസാരാഹ പരകഥാഹ. വേറൊരാളുടെ ദോഷം വേദനിപ്പിക്കാത്ത വിധത്തിൽ പറയാം, പക്ഷെ അത് അവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ആവരുത്. ഒരു സദസ്സിൽ വെച്ച് ഒരാളുടെ ദോഷം പറയരുത്, ഗുണം പറയാം. അങ്ങോട്ട് രഹസ്യമാർഗ്ഗത്തിൽ വിളിച്ച് ഇങ്ങനൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട് തനിക്ക്, അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് ഈ വക തെറ്റ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാം. പ്രസംഗത്തിലാവട്ടെ പ്രവൃത്തിയിലാവട്ടെ. പ്രസംഗത്തിൽ തെറ്റ് വരും ചിലപ്പോൾ, അപ്പോൾ അത് പരസ്യമായിട്ട് പറയരുത്. പ്രവൃത്തി തെറ്റ്, ആ ദോഷങ്ങളും രഹസ്യത്തിലേ ചൂണ്ടിക്കാട്ടാവൂ. നിരഭി ഭവസാര പരകഥ. അതാണ് ഇതം വിഷമം അസിധാരാവൃതം. അസിധാര എന്ന് പറഞ്ഞാൽ ഈ വാളിൻ്റെ മുകളിൽ കൂടെ നടക്കുക, അലച്ച വാളിൻ്റെ മുകളിൽ തപസ് ചെയ്യുക.
മൂർച്ചയുള്ള വാള് കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് എങ്ങനെ വേണം? വളരെ സൂക്ഷിക്കണം. അല്ലച്ചാൽ രക്തം ചിന്തും ഇല്ലേ? മൂർച്ചയുള്ള ഒരു വാള് സിതാര. ശുരകസ്യ സിതാര, ശുരകൻ്റെ കത്തി പോലെ വിഷമമാണ് തപസ്സിൻ്റെ മാർഗം, സജ്ജന മാർഗം എന്ന് വേറൊരുത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. ശുരകൻ്റെ കത്തി എന്ന് പറഞ്ഞാൽ വജ്രമാണല്ലേ, തൊടണ്ട താമസമേ ഉള്ളൂ, അങ്ങനെ മുറിയും. അതിൻ്റെ മുകളിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാലോ. അതുപോലെയാണ് ഈ വ്രതമാണെങ്കിലും തപസ്സാണെങ്കിലും നമ്മുടെ സനാതന ധർമ്മ പദ്ധതി, ധർമ്മ വിഷയം എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സജ്ജനങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ഇങ്ങനത്തെ സജ്ജനങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. സജ്ജനങ്ങളെ ചിലരും കണ്ടിട്ടാണല്ലോ അത് പറയണത്. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ഈ സജ്ജനങ്ങൾ എന്ന് കൊട്ടേഷനിൽ പറയുന്നവരെ ആരാണ് പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചിട്ടൊന്നുമല്ല, അവർക്ക് സ്വയം ഉണ്ടാവുന്നതാണ്, സ്വതസിദ്ധമാണ്. ഈ ഗുണമായാലും ദോഷമായാലും ചില നാവുമ്പിൽ ദോഷമേ വരൂ, ചിലർ പ്രവൃത്തി ചെയ്താലും അത് ദോഷമാവും, എന്ത് ചെയ്താലും. ഇതൊക്കെ എങ്ങനെ ഇവർക്ക് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദാനം മറ്റൊരാൾ അറിയാതെ ചെയ്യുക, അതിഥിയെ ഈശ്വരനെ പോലെ പൂജിക്കുക, അധികം സംസാരിക്കാതിരിക്കുക, ഒരാളുടെ ഗുണം നാലാൾ കേക്കച്ചിലെ പറയുക, ഗുണം പറയുക, സമ്പത്തുണ്ടെങ്കിൽ അഹങ്കരിക്കാതിരിക്കുക, ഒരാളെ വിമർശിക്കുമ്പോൾ വേദനിക്കാത്ത വിധം വിമർശിക്കുക. ഞാൻ കണ്ടത് തുറന്നു പറയും, ഞാൻ അയാൾക്ക് എന്ത് തോന്നിയാലും വേണ്ടില്ല, അതൊരു നല്ല സ്വഭാവമൊന്നുമല്ല. തുറന്നു പറയാവുന്നത് പറയേണ്ട വിധത്തിലേ പറയാവൂ, പറയുന്നത് കൊണ്ട് തെറ്റില്ല. വെട്ടി തുറന്ന അയാളെ വേദനിപ്പിക്കുന്ന വിധം പറയരുത്. ആ വാക്കിന് ഒരു ഗുണമില്ല, അയാൾക്ക് ഒരു ഗുണമില്ല, പറയണവർക്ക് വലിയ കേമത്വവും അല്ല. പറയേണ്ടാത്തത് പറയാതിരിക്കുന്നതിലാണ് കേമം. അതാണ് ആ ഗുണമായിട്ട് ഇവിടെ മൗനം എന്ന് പറഞ്ഞത്. എന്ത് മൗനം? മിണ്ടണ്ടാത്തത് മിണ്ടരുത്, ഒന്നും ഈ ജീവിതത്തിൽ മിണ്ടരുത് എന്നല്ല മൗനം എന്നുള്ളതിൻ്റെ അർത്ഥം. അങ്ങനെ പ്രായോഗികമാവൂ? ഒരാൾ ജീവിതം മുഴുവൻ മിണ്ടാണ്ടിരിക്കുക, ഭരതൻ കുറേ കാലം മിണ്ടാണ്ടിരുന്നല്ലോ, അതൊക്കെ ഭരതൻ തന്നെ പറ്റൂ. അപ്പോൾ അവിടുത്തെ മൗനത്തിനെ എങ്ങനെ എടുക്കണം? അരുതാത്തത് മിണ്ടരുത്. അപ്പോൾ മൗനം പാലിക്കേണ്ട ദിക്കിൽ മൗനം പാലിക്കാൻ നമുക്ക് കഴിയണം. ഒരു സംഗതി രഹസ്യമായിട്ട് സൂക്ഷിച്ചാലാണ് സർവ്വഥാ ഗുണമെങ്കിൽ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള കഴിവ് ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ കഴിവ് എന്ന് പറയുക. അത് സൂക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ കഴിവ് കേടാണ്. അപ്പോൾ ഒളിച്ചു വെക്കേണ്ടത് ഒളിച്ചു വയ്ക്കുകയും പറയേണ്ടത് പറയുകയും ചെയ്യണം. അതിനാണല്ലോ നാവ് തന്നിരിക്കണം. അപ്പോൾ അത് നമ്മുടെ മൗനം, പ്രിയം കൃത്വ മൗനം. ഒരാൾക്ക് ദോഷം മാത്രമേ ഉള്ളൂ വെച്ചാൽ അത് പറയാതെ മൗനം പാലിക്കുക. ഇങ്ങനെ വാളിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന പോലെയുള്ള അസിധാരാവ്രതം, അസി എന്ന് പറഞ്ഞാൽ വാളാണ്. സജ്ജനങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ഞാൻ നൈസർഗികമായിട്ട് അവർക്ക് എങ്ങനെ കിട്ടി എന്ന് അത്ഭുതപ്പെടുകയാണ് കവി. അപ്പം അത്തരം ഗുണങ്ങൾ ഉണ്ടാക്കാൻ നമ്മളും ശ്രമിക്കുക, സജ്ജനങ്ങളുടെ ആ ലിസ്റ്റിൽ പെടാൻ ശ്രമിക്കുക എന്ന് ചുരുക്കം. പ്രധാനം പ്രച്ഛന്നം ഗൃഹമുപഗതേ സംഭ്രമവിധി പ്രിയം കൃത്വാ മൗനം സദസി കഥനഞ്ചാപ്യുപകൃതേ അനുത്സേകോ ലക്ഷ്മ്യാം നിരഭി ഭവസാരാ പരകഥാ സദാംഗേനോദ്ദിഷ്ടം വിഷമം അസിതാരാവൃതമിതം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.